ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചൂടോടെ കുടിക്കാനായിട്ട് തോന്നില്ലേ? അങ്ങനെയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് ഹോട്ട് ചോക്ലേറ്റ്. ഇത് കുട്ടികളുടെയും അതേപോലെ തന്നെ വലിയവരുടെയും ഒരേപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള ഫുൾ ഫാറ്റ് ക്രീമാണെങ്കിൽ ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇനിയും കൂടും. ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പട്ടയില്ലെങ്കിൽ പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്ററിൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ്സിൽ. പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോമ്പൗണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള കാഡ്ബറി ഡയറി മിൽക്കൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇടാം, അല്ലെങ്കിൽ പനഞ്ചക്കര ഇടാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇടാം. കുറച്ച് ഹെൽത്തി വേർഷൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ചോക്ലേറ്റ്സിൽ മധുരം ഉണ്ടാവും, അപ്പോൾ അത് കണ്ടിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഒരു ഡ്രോപ്പ് വനില എസൻസ് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. ഒരുപാട് ആവരുത്, പിന്നെ ഒരുപാട് കുത്തലുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡറും ഉപയോഗിക്കാം. ചോക്ലേറ്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നു മാത്രം. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ് മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഒരു ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. അപ്പോൾ അത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഈ തണുപ്പ് കാലത്തൊക്കെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടാവും അല്ലേ? ഞങ്ങൾക്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ചെന്നൈയിലൊക്കെ ജനുവരി ഫെബ്രുവരി മാത്രമാണ് ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടാവുക. പകലൊക്കെ എന്നാലും നല്ല ചൂടുണ്ട്. എന്നാലും നമുക്ക് സമ്മറിനെക്കാട്ടിലും കുറച്ച് ഭേദമാണ് ഈ ഒരു സീസൺ. അപ്പോൾ ഈ സമയം നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുക അതൊക്കെ മാക്സിമം കഴിച്ച് എൻജോയ് ചെയ്യാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് ഇത് ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അഡീഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തായിട്ട് ചോക്കോ ചിപ്സ് ഇടുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോക്കോ ചിപ്സാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ അഡീഷണൽ ആട്ടോ, നമുക്ക് ഒരു ഡെക്കറേഷന് നമ്മുടെ കടകളിൽ കിട്ടുന്ന പോലത്തെ ഒരു ഇത് കിട്ടാനായിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. പിന്നെ ഇത് ചോക്ലേറ്റ് വെർമിസെല്ലിയാണ്, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ ഒരു സ്ട്രോവും വെച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര സന്തോഷമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ വിൻ്റർ സീസണിൽ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഹോട്ട് ചോക്ലേറ്റ്. കുടിച്ചു നോക്കൂ, കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻ പറയണം കേട്ടോ. ഇഷ്ടമായോ? അപ്പോൾ അതാ മോൾക്ക് ഇഷ്ടമായി. ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും, അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.